ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. നമുക്കെല്ലാവർക്കും അറിയാം, ഡിസൈനേഴ്സ് എന്ന നിലയിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കുറച്ച് നല്ല ഡിസൈൻ ഇൻസ്പിറേഷൻ നമുക്ക് ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ ഡിസൈൻ ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് ഡ്രിബിളിലും ബിഹാൻസിലൊക്കെ പോയി ഒരുപാട് ഡിസൈൻസുകൾ കാണാറുണ്ട്. അവാർഡ്സിലും മറ്റുമൊക്കെ പോയി ഒരുപാട് വെബ്സൈറ്റുകൾ കാണാറുണ്ട്. പല ബ്ലോഗുകളിലും പോയി നല്ല നല്ല ആർട്ടിക്കിൾസുകൾ വായിക്കാറുണ്ട്. അങ്ങനെ പല രീതിയിലും നമുക്ക് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് നല്ല പോസിറ്റീവായിട്ട് ഇൻസ്പയർ ആയിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി പല പല മീഡിയംസുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇതിനോടൊപ്പം തന്നെ നിർബന്ധമായിട്ടും ഡിസൈനേഴ്സ് ഉൾപ്പെടുത്തേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് നല്ല ഡിസൈൻ ടോക്സുകൾ, നല്ല മികച്ച ഡിസൈൻ കോൺഫറൻസുകൾ, ഡിസൈൻ ഇവൻറ്റ്സുകൾ, ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഭാഗമായി മാറുക. ഇത്തരം കോൺഫറൻസുകളിലെയും ഇവൻറ്റ്സുകളുടെയോ ടോക്സുകൾ നമുക്ക് കേൾക്കാൻ കഴിയുക. ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിസൈനേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഇൻ്റർവ്യൂസുകൾ കാണാൻ കഴിയുക. ഡിസൈനേഴ്സിൻ്റെ നല്ല മികച്ച ഡിസൈനേഴ്സ് എങ്ങനെയാണ് അവരുടെ ആ കരിയർ ചൂസ് ചെയ്തെടുത്തത് തുടങ്ങിയ നല്ല നല്ല കുറേ ഇൻ്റർവ്യൂസുകളും ടോക്സുകളും ഒക്കെ തന്നെ നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യും. അപ്പോൾ നമ്മൾ അത്തരത്തിൽ നമ്മളെ സഹായിക്കുന്ന കുറച്ച് പ്ലാറ്റ്ഫോമുകളാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ കുറേ ഡിസൈൻ സംബന്ധികമായിട്ടുള്ള കോൺഫറൻസുകളും അതുപോലെ ഇവൻറ്റ്സുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും പല സ്ഥലങ്ങളിലും. അപ്പോൾ പലതും ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല കോൺഫറൻസുകളും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയാറില്ല, പല ഇവൻറ്റ്സുകളും നമുക്ക് പോകാൻ കഴിയാറില്ല, പല ഡിസൈനേഴ്സുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനോ ഒന്നും കഴിയാറില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന കുറച്ച് വെബ്സൈറ്റുകൾ നമുക്ക് അത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കുറേ ഡിസൈനേഴ്സിൻ്റെ ടോക്സുകളും മറ്റുമൊക്കെ മനസ്സിലാക്കാനും അവരുടെ ജീവിതാനുഭവങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അവാർഡ്സിൻ്റെ തന്നെ കോൺഫറൻസസ് എന്ന് പറയുന്നൊരു പേജുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ കോൺഫറൻസുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അതിനോടൊപ്പം തന്നെ കുറേ പാസ്റ്റ് കോൺഫറൻസുകളുണ്ട്, കഴിഞ്ഞു പോയത്. അതേപോലെ തന്നെ ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്കും ഉണ്ട്. ഈ 3 ലിങ്കുകളിൽ നിന്നും നിങ്ങൾക്ക് ഡിസൈനിങ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന വളരെ ടോപ്പായിട്ടുള്ള ഒരുപാട് ഡിസൈനേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ടോക്സുകളും മറ്റും കാണാനും കേൾക്കാനും ഒക്കെ ഒരുപാട് നല്ല അവസരങ്ങൾ നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പം അവാർഡ്സിലെ ഈ ഒരു ലിങ്കാണ് ആദ്യമായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. awards.com/conferences എന്ന് പറയുന്ന ഈ ഒരു ലിങ്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിങ്ക്, എല്ലാ ലിങ്കുകളും ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ പോയി നിങ്ങൾക്ക് ഇതിൽ ഓരോ ലിങ്കുകൾ വഴി ഓരോ പേജുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കോൺഫറൻസ് വീഡിയോസുകളും ടോക്സുകളും ഒക്കെ നിങ്ങൾക്ക് കേൾക്കാനും കാണാനും ഒക്കെ കഴിയും. ഓക്കെ, അപ്പോൾ ആദ്യമായി പരിചയപ്പെടുത്തുന്നു ഇത് തന്നെയാണ് അവാർഡ്സിൻ്റെ ഈ ഒരു പേജ്. ഇതിൽ കോൺഫറൻസ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്ക് നിർബന്ധമായിട്ടും ഡിസൈൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർ നിരന്തരമായിട്ട് കാണേണ്ടുന്നതും കണ്ടിരിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അടുത്തതായിട്ട് നിർബന്ധമായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം, ടെഡ് ടോക്സ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. അത് ഡിസൈൻ സംബന്ധികമായി മാത്രമല്ല എല്ലാ വിഷയങ്ങളെക്കുറിച്ചുള്ള ടോക്സുകൾക്കുള്ള ഒരു വളരെ എടുത്തു പറയേണ്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ടെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെഡും ഡിസൈനേഴ്സ് എന്ന നിലയിൽ നമ്മുടെ വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ വന്നിട്ട് ഈ ടോപ്പിക്സിൽ നിങ്ങൾ ഡിസൈൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോക്സുകൾ കിടപ്പുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഡിസൈനേഴ്സിൻ്റെ ടോക്സുകളൊക്കെ. ഇതൊക്കെ തന്നെ ഈ ടോക്സുകൾ നമ്മൾ ഡിസൈൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ തന്നെ നമുക്ക് ഇത് കേൾക്കാനും ഇവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഡിസൈനിനോടൊപ്പം തന്നെ നമുക്ക് കേട്ടുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഇൻസ്പിറേഷനും അതുപോലെ തന്നെ നല്ല രീതിയിലൊരു മോട്ടിവേഷനും തരാൻ ഇതുപോലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ടെഡ് ടോക്സുകൾ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ടെഡ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമും നിർബന്ധമായിട്ടും എല്ലാ ഡിസൈനേഴ്സും തീർച്ചയായിട്ടും അവരുടെ പ്ലേലിസ്റ്റിൽ, അവരുടെ ഒരു ബുക്ക് മാർക്കിൽ എപ്പോഴും തന്നെ ടോപ്പ് മുന്നിൽ നിൽക്കേണ്ടുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ് ടെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ എല്ലാ ടോക്സുകളും അത് ഡിസൈൻ സാമ്പത്തികമായതും മറ്റ് ഇന്നോവേഷൻ ലെവലിലുള്ളതും ഒക്കെ തന്നെ സമയം കിട്ടുമ്പോൾ കേൾക്കുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് high-resolution.design എന്ന് പറയുന്ന ഒരു മികച്ച പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഡിസൈനേഴ്സിൻ്റെ മാത്രം ഒരു ഏരിയ ആണ്. ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡിസൈനേഴ്സുമായിട്ടുള്ള ഇൻ്റർവ്യൂസുകളും മറ്റും മനസ്സിലാക്കാനും കാണാനും കഴിയുന്ന ഒരു മികച്ച പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ടോപ്പിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എപ്പിസോഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രോപ്പ് ഡൗണിൽ കുറേ എപ്പിസോഡ്സുകൾ തന്നിട്ടുണ്ട്, കുറേ സീരീസുകൾ തന്നിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു ഡിസൈനറുടെ, അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള Airbnb, ഊബർ തുടങ്ങിയ വലിയ കമ്പനികളിലെ പല ചീഫ് ഡിസൈനേഴ്സുമായിട്ടുള്ള ഒരുപാട് നല്ല ഇൻ്റർവ്യൂസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നല്ല മികച്ച കമ്പനികളിലെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഡിസൈനേഴ്സിൻ്റെ അതിലേതെങ്കിലും ഒരു ഡിസൈനറുടെ ഒരു പേജിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെന്ന് അവരുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ, അവരുടെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുകൾ, അവരെങ്ങനെ ആ ഒരു ഇൻഡസ്ട്രിയിലെത്തി, അവരെങ്ങനെയാണ് ആ ഡിസൈൻ ഇൻഡസ്ട്രിയിൽ അവർ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന സ്റ്റൈൽ എന്താണ്, എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കുറേ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടുത്തെ വീഡിയോ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവരുമായിട്ടുള്ള ഇൻ്റർവ്യൂ കാണാം. അതുപോലെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ഡീറ്റെയിൽസുകൾ ഇവിടെ ഇമേജസായിട്ടും വീഡിയോസായിട്ടും ഒക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്.
അത് ഓരോരുത്തരുടെയും പ്രൊഫൈലുകളിൽ പോയിട്ട് ഓരോ എപ്പിസോഡ്സുകൾ നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ആ എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് ഓരോന്നൊരു കാണാം. അതെല്ലാം തന്നെ ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന കുറേ മികച്ച ആൾക്കാരുടെ പ്രൊഫൈലുകളാണ്. ഇതെല്ലാം നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ കുറേ ഇൻസ്പിറേഷൻ തരാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരുപാട് സഹായിക്കും. ഓക്കെ, അതുപോലെ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന വളരെ മികച്ചൊരു പ്ലാറ്റ്ഫോമാണ് rethink.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ്. വളരെ സൂപ്പർബായിട്ടുള്ള വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രോഗ്രാംസുകളുടെ ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസുകളുടെയും റിസോഴ്സുകളും ഒക്കെ ഇവിടെ തരുന്നുണ്ട്. അതിനകത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാറ്റഗറി ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസൈൻ ഡെവലപ്മെൻറ്റ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെത്, ലീഡേഴ്സിൻ്റെത്, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ടോക്സുകളും മറ്റും വീഡിയോസുകളും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്ത് കാണാം. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിലുള്ള ഒരുപാട് ആൾക്കാരുടെ വീഡിയോസുകളും ഓഡിയോസുകളും ഇവിടെ ലിസ്റ്റ് ചെയ്യുന്ന വളരെ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് റീതിങ്ക് എന്ന് പറയുന്നത്. ഇവിടെ വന്നുകൊണ്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കുറേ ആൾക്കാരുടെ ടോക്സുകൾ കേൾക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇൻസ്പയർ ആകാനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് digitaldesign.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണ്. ഇവിടെ ഡിസൈനേഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാരുടെ ഇൻ്റർവ്യൂ ആണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. താഴേക്ക് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡിസൈനേഴ്സിൻ്റെ പ്രൊഫൈൽസുകൾ ഇവിടെ കാണാം. അത്തരത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിസൈനറുടെ ഒരു പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിസൈനറോട് ഒരു ചാറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഇൻ്റർവ്യൂ നടത്തുന്നു. അതായത് കുറേ ക്വസ്റ്റ്യൻസുകൾ അങ്ങോട്ട് ചോദിക്കുന്നു, അവിടെ നിന്ന് ഉത്തരം തിരിച്ചു തരുന്നു. അങ്ങനെ ഒരു ടോക്ക് എന്ന് പറയുന്നത് സംസാര രൂപേണയല്ല, ഒരു ചാറ്റ് മുഖേനയുള്ള ഒരു ഇൻ്റർവ്യൂ നിങ്ങൾക്കിവിടെ കാണാം. അവരുടെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നതും അവരുടെ മറുപടി എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള കുറേ ഡിസൈനേഴ്സിൻ്റെ ഇൻ്റർവ്യൂസുകൾ അടങ്ങുന്ന ഈ ഒരു ചാറ്റ് രൂപത്തിലുള്ള ഈ ഒരു വെബ്സൈറ്റ്, അതായത് digitaldesign.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റും വളരെ മികച്ചൊരു വെബ്സൈറ്റാണ്. നമുക്ക് ഒരുപാട് നല്ല ഇൻ്റർനാഷണൽ ലെവലുള്ള ഡിസൈനേഴ്സിൻ്റെ പ്രൊഫൈലുകൾ മനസ്സിലാക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓവറോൾ പറഞ്ഞാൽ ഇത്തരത്തിൽ ഡിസൈൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ തലത്തിലുള്ള ഒരുപാട് ഡിസൈനേഴ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക, അവരുടെ പ്രൊഫൈൽ മനസ്സിലാക്കുക, അതിനുശേഷം അവരുടെ ലിങ്ക്ഡിനിൽ പോയി കണക്ട് ചെയ്യുക, അവരുമായിട്ടൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ഇത്തരത്തിൽ നമ്മൾ ഓവറോൾ നമുക്ക് കുറേ നല്ല ഇൻ്റർനാഷണൽ ലെവലിലുള്ള കുറേ ഡിസൈനേഴ്സിനെ പരിചയപ്പെടാനും അവരുടെ പ്രൊഫൈൽ പരിചയപ്പെടാനും അത്തരത്തിൽ നല്ലൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ തന്നെ ഇത്തരം വെബ്സൈറ്റുകൾ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഓർക്കുക, കേരളത്തിലുള്ള മലയാളത്തിലുള്ള ആൾക്കാരുടെ ടോക്കുകളോ ഒന്നും ഇതിന് കാണാൻ കഴിയില്ല. എല്ലാം ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യയിലുള്ള ആൾക്കാരാണ്. എന്നിരുന്നാലും ലോകത്തിൽ തന്നെ മികച്ച ഡിസൈനേഴ്സാണ് അവർ. ലോകത്തിലെ പല വലിയ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഫൈൽസുകൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡിസൈനേഴ്സ് എന്ന നിലയിൽ കാണുന്നതും കുറേ ലാംഗ്വേജ് ഇംപ്രൂവൈസേഷന് വേണ്ടി നമ്മളെ സഹായിക്കും, ഒരുപാട് ഇൻസ്പിറേഷൻ തരാൻ വേണ്ടി സഹായിക്കും. ഒരുപാട് ഇത്തരത്തിലുള്ള കുറച്ചുകൂടെ റിച്ചായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാനൊക്കെ തന്നെ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ നമ്മളെ സഹായിക്കും എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ട് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ തീർച്ചയായിട്ടും ഡിസൈനേഴ്സ് എന്ന നിലയിൽ നമ്മളെല്ലാവരും ഫോളോ അപ്പ് ചെയ്യണം. ഇത്തരത്തിലുള്ള എല്ലാ ഡിസൈനേഴ്സിനായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക, നല്ല രീതിയിലൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഡിസൈൻസുകളും ഒരു നെക്സ്റ്റ് ലെവൽ ഇൻ്റർനാഷണൽ ഡിസൈനിലേക്ക്, ഒരു മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടി ഈ വെബ്സൈറ്റുകളെല്ലാം നിങ്ങളെ സഹായിക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസൈനേഴ്സായിട്ടുള്ള സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ദയവായി ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.